നമസ്കാരം. നാം എല്ലാവരും ശക്തരാണ്. ശക്തര് എന്ന് മാത്രമല്ല, അതീവ വിജയികളുമാണ്. എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജനിക്കുന്നതിന് തന്നെ കാരണം കോടാനുകോടി ബീജങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊരു ബീജം മാത്രമാണ് അണ്ഡവുമായിട്ട് യോജിച്ച് വളർന്ന് നാമായിട്ട് മാറിയിട്ടുള്ളത്. ബാക്കിയുള്ള ബീജങ്ങളൊക്കെ എവിടെ പോയി? എല്ലാം നശിച്ചുപോയി. അതായത് കോടാനുകോടി ബീജങ്ങളിൽ അതിശക്തരായിട്ടുള്ളൊരു ബീജമാണ് നമ്മളായിട്ട് ജനിക്കുന്നത്, അല്ലേ? അപ്പോൾ ആ ശക്തി നമുക്കുണ്ടെന്ന് അർത്ഥം. വിജയിയാണ് നമ്മളവിടെ. അങ്ങനെ ഭൂമിയിലേക്ക് ജനിച്ചപ്പോൾ നമ്മൾക്ക് തനതായിട്ടുള്ള ചില ശക്തി വിശേഷങ്ങളൊക്കെ, ഗുണങ്ങളൊക്കെ, സ്വഭാവങ്ങളൊക്കെ, പ്രകൃതങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ആ തന്നിട്ടുള്ള പ്രകൃതങ്ങൾ വെച്ച് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് നാം ഭൂമിയിൽ ജീവിക്കുന്നത്. അപ്പം അങ്ങനെ ജീവിക്കുന്ന സമയത്ത് നമ്മൾക്ക് പലപ്പോഴും തളർച്ച തോന്നാം, അല്ലേ? സങ്കടം തോന്നാം, സന്തോഷം തോന്നാം, അങ്ങനെയുള്ള വികാരങ്ങളൊക്കെ ഉണ്ടാകും, ദേഷ്യം തോന്നാം, ഒക്കെ ഉണ്ടാവാം. ഇതൊക്കെ ഉണ്ടായാലും നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, അതിശക്തരായിട്ട് നമുക്ക് മാറാൻ സാധിച്ചിരുന്നെങ്കിൽ. ഞാൻ വളരെ ലളിതമായിട്ടുള്ളൊരു ശാസ്ത്രീയ വശം പറയും. കുറേ പേപ്പറും കാർബണും അതും ഇതൊക്കെ ചേർത്തിട്ട് ചുരുട്ടി വെച്ചിട്ട് ഒരു പ്രത്യേക അനുപാതത്തിൽ അത് ക്രോഡീകരിച്ചിട്ട് അതിനൊരു ബാറ്ററിയൊക്കെ ഇട്ട് മാറ്റുന്നില്ലേ നമ്മൾ? എന്നിട്ടത് ശക്തമായിട്ട് അതിൽ എനർജി നിലനിർത്തുന്നില്ലേ നമ്മൾ, അല്ലേ? അപ്പം അതിന് മെറ്റീരിയൽസ് വേണം. നമ്മൾക്ക് എനർജറ്റിക് ആവാൻ വേണ്ടിയിട്ട്, എനർജി നിലനിർത്താൻ വേണ്ടിയിട്ട് മെറ്റീരിയൽസ് വേണം. നെയ്തർ ക്യാൻ ക്രിയേറ്റ് നോട്ട് ബി ഡിസ്ട്രോയിഡ്. അസുതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദാവോ. ഒന്നും ഉണ്ടാക്കാനും നശിപ്പിക്കാനും നമുക്ക് പറ്റില്ല. പുതുതായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ക്യാൻ ബി കൺവേർട്ടഡ്. നമുക്കല്ലേ കൺവേർട്ട് ചെയ്യാനേ പറ്റുള്ളൂ എന്ന് ആധുനിക ശാസ്ത്രവും നമ്മുടെ ആചാര്യന്മാരും ഒക്കെ പറയുന്നു. അപ്പം നമ്മൾക്ക് ഉള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് ശക്തരാകണം. ഉള്ള മെറ്റീരിയൽസ് എന്താണ്? നമ്മുടെ ലോകം തന്നെയാണ്. ആലോകേതി ലോകം, നമ്മൾ കാണുന്നതാണ് ലോകം എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത് എന്താണ്? പഞ്ചഭൂതങ്ങളാണ്. പഞ്ചഭൂതങ്ങൾ മെറ്റീരിയൽസ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ, ഒരു മെറ്റീരിയൽ ഇന്ദ്രിയങ്ങളാണ്. കാണുക, കേൾക്കുക, മണക്കുക, രുചിക്കുക, സ്പർശനം കൊണ്ട് അറിയുക എന്നുള്ള ഒരു കഴിവ് നമുക്കുണ്ടല്ലോ. ആ കഴിവ് തന്നെ നമ്മളെക്കാളുള്ള ആൾ എത്രയോ ജീവികളുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അതിശക്തരാണ് എന്ന കാര്യത്തിൽ പറയാൻ പറ്റില്ല. പക്ഷെ അവർക്ക് വേറെ പല കാര്യങ്ങളും കുറവുമാണ്. ഒരു നായ്ക്ക് നമ്മളെക്കാളും ഘ്രാണശക്തി കൂടുതലുണ്ട്, കേൾവി ശക്തി കൂടുതലുണ്ട് എന്നൊക്കെ നമ്മൾ പറയപ്പോഴും മറ്റു പല കാര്യങ്ങളും അവർക്ക് കുറവാണ്. ഇങ്ങനെ പല കാര്യങ്ങളിലും മറ്റ് ജീവികൾ നമ്മളെക്കാളും ശക്തരാണെങ്കിലും നമുക്ക് ആവശ്യമുള്ള ശക്തിയുണ്ട്, പഞ്ചേന്ദ്രിയങ്ങൾക്കുള്ള ശക്തിയുണ്ട്. അപ്പോൾ കാണുക എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ എന്താ അർത്ഥമാക്കുന്നത്? കണ്ടറിയുക എന്നുള്ളതാണ്. കണ്ടറിയുക എന്ന് തന്നെ വേണം. ഈ കണ്ടറിഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശക്തരാകാൻ വേണ്ടി ഉപയോഗിക്കണം. ഉദാഹരണത്തിന്, ഒരാൾക്ക് ഒരറിവ് കിട്ടിക്കഴിഞ്ഞാൽ ആ അറിവിനെ തനിക്ക് പാകമാക്കാൻ പറ്റുന്ന തരത്തിൽ വളർത്താൻ നമുക്ക് പറ്റണം. അതാണ് സ്വയം അതിനെ വികസിപ്പിക്കുക എന്ന് പറയുന്നത്. നമ്മൾ ചെറുപ്പത്തിൽ തറാപ്പറ എന്ന് പഠിച്ചു, തറാപ്പറ എന്ന് എഴുതി, അത് തന്നെ പഠിപ്പിച്ചു, എന്താ കാര്യമൊന്നുമില്ല. അക്ഷരങ്ങൾ പഠിക്കുന്നത് വെറുതെ അക്ഷരങ്ങളെ പഠിക്കാനല്ല, അക്ഷരങ്ങളെ കൊണ്ട് കാവ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും അതാണ്. അല്ലെങ്കിൽ കാവ്യങ്ങളെ അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ആ അറിവ് കാണുന്നത് വെച്ചിട്ട്, അറിയുന്നത് വെച്ചിട്ട്, കേൾക്കുന്നത് വെച്ചിട്ട്, മണക്കുന്നത് വെച്ചിട്ട് നമ്മൾക്ക് ശക്തരാക്കാൻ പറ്റും. അറിവ് കൊണ്ടുള്ള ഈ പഞ്ചേന്ദ്രിയങ്ങളെ ജ്ഞാനേന്ദ്രിയങ്ങളാണ്. മനസ്സിലായില്ലേ? കർമ്മേന്ദ്രിയങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ടും ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ടും നമ്മൾ ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇന്ദ്രിയങ്ങൾ കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? ഇന്ദ്രിയാണി പരാണ്യാഹു ഇന്ദ്രിയേഭ്യ പരം മനഃ എന്നാണ്. ഇന്ദ്രിയങ്ങളെക്കാളും ശ്രേഷ്ഠമായിട്ട് മനസ്സുണ്ട്. ഇപ്പോൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത്
മനസ്സാണ്. ചിലപ്പോൾ മനസ്സിനെ ഇന്ദ്രിയങ്ങൾ നിയന്ത്രിക്കാറുണ്ട്. അവിടെയാണ് കുഴപ്പം പറ്റുക. മനസ്സിനെ ഇന്ദ്രിയങ്ങൾ നിയന്ത്രിക്കുമ്പോൾ കുഴപ്പം വരും. ഇന്ദ്രിയങ്ങളെ മനസ്സ് തന്നെ നിയന്ത്രിക്കണം. പിന്നെയോ ഇന്ദ്രിയാണി പനാന്യാഹു ഇന്ദ്രിയേഭ്യ പരം മനസ്സസ്തു പരാ ബുദ്ധി. മനസ്സിനേക്കാളും ശ്രേഷ്ഠമായിട്ട് ബുദ്ധിയാണ്. ബുദ്ധിയെ മനസ്സിനെ നിയന്ത്രിക്കരുത്, ബുദ്ധി മനസ്സിനെ നിയന്ത്രിക്കണം, മനസ്സ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. ഇതാണ് അതിൻ്റെ ക്രമം. ഇതിനേക്കാളും അപ്പുറത്ത് ബോധം, ആ സൂക്ഷ്മബോധം എന്ന് പറയുന്നതുണ്ട്. അതാണ് അഹംബോധം എന്ന് പറയുന്നത്. യഥാർത്ഥ തത്വം അതാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പം നമ്മൾ അറിയാതെ കിടക്കുന്നൊരു സത്യം, ബുദ്ധിയെ കുറിച്ചൊക്കെ നമുക്കറിയാം, മനസ്സിനെ അറിയാം, ഇന്ദ്രിയങ്ങളെ നന്നായിട്ടറിയാം. പക്ഷേ ഈ ബോധത്തെ, കോൺഷ്യസിനെ, അഹംബോധത്തെ നമ്മൾ അറിയാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതിനറിയാനായിട്ട് നമ്മൾ ഉള്ളിലേക്ക് കണ്ണ് പായിക്കണം എന്ന് പറയും, അന്തർമുഖനാവുക എന്ന് പറയും. നമ്മുടെ അകംപൊരുളിനെ അറിയുകയാണ്. അകംപൊരുളുണ്ട്, അകത്തൊരു പൊരുളുണ്ട്. പുറംപൊരുളല്ല, അകംപൊരുളാണ്. അകംപൊരുളാണ് സാക്ഷാൽ ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ബുദ്ധി എല്ലാം തന്നെ ഒരേ വിഷയത്തിലേക്ക് നമ്മൾ കൊണ്ടുവരിക. ഒരേ വിഷയത്തിലേക്ക് കൊണ്ടുവന്നാൽ ആ വിഷയത്തിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളിലേക്കും നമ്മൾക്ക് ഉയരാൻ പറ്റും. പല കാര്യങ്ങളിലും ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ വരാൻ പറ്റില്ല. യേശുദാസ് സംഗീതത്തിലേക്ക് തൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഒക്കെ ഉറപ്പിച്ചു വെച്ചപ്പോഴാണ് യേശുദാസിൻ്റെ സംഗീത നിലവാരത്തിലേക്ക് ഉയർന്നത് എന്നുള്ളത്. ന്യൂട്ടൺ തൻ്റെ ചിന്താഗതികളെ കൊണ്ട്, ഐസക് ന്യൂട്ടൺ തൻ്റെ ചിന്താഗതികൾ പല തരത്തിലും തൻ്റെ ഗവേഷണ വിഷയത്തിലേക്ക് മനസ്സും ഇന്ദ്രിയങ്ങളും ബുദ്ധിയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ തലയിലൊരു പഴം വീണപ്പോൾ, ഒരു ആപ്പിൾ വീണപ്പോൾ അദ്ദേഹത്തിന് ആ ഗുരുത്വാകർഷണ സിദ്ധാന്തത്തെ ഉൾക്കൊള്ളാൻ സാധിച്ചത് ആ ഒരു കാര്യം കൊണ്ടാണ്. അന്നേരം ഈശ്വരൻ പ്രത്യക്ഷമാകുന്നത്. ഇത് ഞാൻ പറയാൻ കാരണം, ഞാൻ കുറേ നാളുകൾ ഈ അംശകങ്ങളെ പറ്റിയിട്ടുള്ള ഗവേഷണം നടത്തിക്കൊണ്ടിരുന്നത്. അതല്ലാതെ വേറൊന്നും എൻ്റെ മനസ്സിലില്ല, വേറൊന്നും യേശുവില്ല എനിക്ക് അന്നേരം. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഞാനൊരു വർഷത്തിന് പോയപ്പോഴാണ് എനിക്ക് അംശകവുമായി ബന്ധപ്പെട്ട ചില ബോധോദയം അനുഭവം ഉണ്ടായത്. അനുഭവം പ്രത്യക്ഷാനുഭവം തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് അച്ഛനും അമ്മയുടെ ജാതകത്തിൽ മക്കളുടെ ജാതകം ഉണ്ടാകുമെന്നും മക്കളുടെ ജാതകത്തിൽ അച്ഛനമ്മയുടെ ജാതകം ഉണ്ടാകുമെന്നൊക്കെ എനിക്ക് തിരിച്ചറിഞ്ഞു. ഞാൻ അതിൽ നിരന്തരം നിലനിന്നാണ്. ഗവേഷണം എന്ന് പറയുന്ന ഒരു തപസ്സാണ്, അല്ലെങ്കിൽ തപസ് തന്നെയാണ് ഗവേഷണം എന്ന് പറയുന്നത്. ആചാര്യന്മാർ പണ്ട് ആചാര്യ തപസ എന്ന് നമ്മൾ പറയുന്നില്ലേ. നിശ്ചയദാർഢ്യവുമായിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സും ശരീരവും ഒക്കെ ഉറപ്പിച്ചു വെച്ച് ആ വിഷയം നമുക്ക് സ്വാംശീകരിക്കാൻ സാധിക്കുമെന്നുള്ളൊരു സത്യം നമ്മൾ അറിയണം. നമ്മളതറിയാതെ പല കാര്യങ്ങൾക്ക് വ്യാപരിച്ചുകൊണ്ട് നമുക്ക് ചിന്തിക്കുമ്പോൾ ഒരു കാര്യത്തിൽ നമുക്ക് വിജയം ഉണ്ടാവില്ല. ഒരേ കാര്യത്തിൽ നമ്മൾ വ്യാപരിക്കണം. ഞാനിത് പറയുന്നത് ജ്യോതിഷം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളും മറ്റേത് വിഷയവുമായി ബന്ധപ്പെട്ട ആളുകൾ അതിൽ തപസ്സിരിക്കണം. പല കാര്യങ്ങൾ അവർക്ക് തപസ്സുണ്ടായാൽ അത് തപസ്സെന്ന് അതിന് പറയാൻ പറ്റില്ല. പല കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടായാൽ നമുക്ക് ഒരു കാര്യത്തിലും വിജയിക്കാൻ പറ്റില്ല. ഒരേ കാര്യത്തിൽ നമ്മുടെ മനസ്സും ഇന്ദ്രിയങ്ങളും ബുദ്ധിയും കാലവും ഒക്കെ ചേർന്ന് വരുമ്പോൾ നമ്മൾ അതിശക്തരായിട്ട് മാറും ആ വിഷയത്തിൽ. ഏത് വിഷയത്തിലായാലും അത് തന്നെയാണ് എൻ്റെ വഴി. നമ്മൾക്ക് വിജയികളാകണ്ടേ? എല്ലാവരും വിജയികളാകാനായിട്ട്, ശക്തരാകാനായിട്ട് തയ്യാറായിക്കൊള്ളുക. അതിനുവേണ്ടി പ്രയത്നിക്കുക. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നമസ്തേ.